അന്തരിച്ച മാധ്യമപ്രവർത്തകരുടെ ഫോട്ടോ പ്രസ് ക്ലബ്ബിൽ അനാച്ഛാദനം ചെയ്തു. മാതൃഭൂമി, ദേശാഭിമാനി, മംഗളം, ചന്ദ്രിക എന്നീ പത്രങ്ങളിലെ സേവനങ്ങൾക്കിടയിൽ വേർപിരിഞ്ഞുപോയ മാധ്യമ സുഹൃത്തുക്കൾക്കാണ് ആദരമർപ്പിച്ചത്. പ്രസ് ക്ലബ്ബിൽ നടന്ന അനാച്ഛാദന കർമ്മം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ നിർവഹിച്ചു. ആ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ വാർത്തകൾ അതൊക്കെ കണ്ടെത്തി അന്വേഷിച്ച് അത് റിപ്പോർട്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ പോലെ എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. വളരെ സാഹസികമായി ഓരോ വാർത്തയും അത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെതായ പ്രയാസമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ മുമ്പിലെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഇടപെടൽ നടത്തേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ മുമ്പ് അങ്ങനെയല്ല. വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, സാധാരണ ലാൻഡ് ഫോൺ മാത്രമുള്ള ഒരു കാലഘട്ടം. ആ സമയത്തൊക്കെ ഒരു വാർത്ത ഇവിടെ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അത് ചിലപ്പോൾ കുറേ സമയങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വലിയ ത്യാഗം തന്നെയാണ്. ആ സമയഘട്ടങ്ങളിൽ, ആ കാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ച് ഇവിടെ പറഞ്ഞതുപോലെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച ഈ ഐസക് പിലാത്തറയായാലും CB മുഹമ്മദ് അലി ആയാലും അവരിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ രജിത് റാം, M രാജീവൻ, അവരൊക്കെ ചെറിയ സർവീസ് കാലയളവിൽ അകാലത്തിൽ പുലിഞ്ഞുപോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. അവരൊക്കെ ഒരു ആധുനിക ലോകത്ത് പുതിയ സംഭാവനകൾ ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ അവരും നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകരുടെ ഛായാചിത്രമാണ് അനാച്ഛാദനം ചെയ്തത്. മാതൃഭൂമിയിലേക്ക് രജിത് റാം, ദേശാഭിമാനിയുടെ M രാജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകരായ മംഗളത്തിലെ ഐസക് പിലാത്തറ, ചന്ദ്രികയിലെ CB മുഹമ്മദ് അലി എന്നിവരുടെ ഛായാചിത്രങ്ങളാണ് പ്രസ് ക്ലബ്ബിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ അനാച്ഛാദനം ചെയ്തത്. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജി ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K വിജേഷ്, ട്രഷറർ കബീർ കണ്ണാടിപ്പറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു.